സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ട് മണിക്കൂറുകളേറെയായി. അപ്പോൾ ഇവിടുത്തെ അധ്യാപികയോട് വിദ്യാർത്ഥിയാണ് ചെന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി, ഇങ്ങനെ പ്രശ്നമുണ്ടായി, ക്ലർക്കുമാർ പ്രശ്നമുണ്ടായെന്ന് അധ്യാപികയോട് ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയാണ് ചെന്ന് പറയുന്നത്. ഇത് അധ്യാപിക തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നിട്ട് ആ ക്ലർക്കിനോട് ഒരു വിശദീകരണം ചോദിക്കാനോ മതിയായ കാരണങ്ങൾ തിരക്കാനോ അധ്യാപിക തയ്യാറായില്ല. അതിൻ്റെ വൈകുന്നേരമായപ്പോൾ ക്ലർക്ക് നാളെ ലീവാണെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു എന്നാണ് അധ്യാപിക പറയുന്നത്. ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തണം. അത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. അത് ഞങ്ങൾക്ക് ഇവിടുത്തെ RD ഉറപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് മറ്റു രീതിയിലുള്ള യാതൊരു ഇതും ഉണ്ടാവില്ല. കർശന നമ്മുടെ അന്വേഷണത്തിൽ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ കർശന നടപടിയാക്കി തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ സമാധാനമായിട്ട് ഈ ഒരു എന്താ പറയുക, നമുക്കൊരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതായി പല വിശ്വാസങ്ങളും പോലും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു. അതെല്ലാം കർശനമായി അറിയിക്കേണ്ട പരാതിയായിട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ PT ഉണ്ട്, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുക്കാം. ഇപ്പോഴേ ഇവിടുത്തെ PTA പ്രസിഡന്റ് പറയുന്നത് ഹൈസ്കൂളിലുള്ള നിങ്ങൾക്ക് എനിക്കും പരാതി, ഹൈസ്കൂളിലെ ക്ലർക്കും സമാനമായ രീതിയിൽ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. PTA പ്രസിഡന്റ് ഉൾപ്പെടെയാണ് പറയുന്നത് ഹൈസ്കൂളിലെ ക്ലർക്കും സമാനമായ രീതിയിൽ രക്ഷകർത്താക്കൾ വരുമ്പോൾ മോശമായി വരുന്നത് PTA പ്രസിഡന്റാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുൾപ്പെടെ പറഞ്ഞാണ് ഇന്നലെ ആ കുട്ടി മാനസികമായിട്ടുള്ള. ഇത് മാത്രമല്ല, ഈ ക്ലർക്ക് ഇവിടെ ഉള്ള കുട്ടിയെ കമ്പി എടുത്ത് അടിക്കാൻ വരെ ഓടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരുപാട് ആധാരമുണ്ട്. ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐ ഈ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധയപ്പെടുന്നത്. ഇങ്ങനെയുള്ള പരാതി അറിയിക്കേണ്ട ഫോറത്തിൽ നമുക്ക് അറിയിക്കാം. മുഖ്യമന്ത്രിയോട്ട് താഴോട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, SDM ഉണ്ട്, PTA ഉണ്ട്, പ്രിൻസിപ്പളുണ്ട്, അതിന് മുകളിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമുക്ക് അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വിഷയം വന്നാൽ ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ശക്തമായിട്ടുള്ള നമുക്ക് പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കാം. നിങ്ങളെല്ലാം സമാധാനത്തോടെ പിരിഞ്ഞു പോകണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തന്ന അനുസരിച്ച് നടപടികൾ ഉണ്ടാവും. നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് DYFI SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചത്. ഈ സമരത്തിന് ആസ്പദമായ സംഭവം എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ട് മണിക്കൂറുകളേറെയായി. അപ്പോൾ ഇവിടുത്തെ അധ്യാപികയോട് വിദ്യാർത്ഥിയാണ് ചെന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി, ഇങ്ങനെ പ്രശ്നമുണ്ടായി, ക്ലർക്കുമാർ പ്രശ്നമുണ്ടായെന്ന് അധ്യാപികയോട് ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയാണ് ചെന്ന് പറയുന്നത്. ഇത് അധ്യാപിക തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നിട്ട് ആ ക്ലർക്കിനോട് ഒരു വിശദീകരണം ചോദിക്കാനോ മതിയായ കാരണങ്ങൾ തിരക്കാനോ അധ്യാപിക തയ്യാറായില്ല. അതിൻ്റെ വൈകുന്നേരമായപ്പോൾ ക്ലർക്ക് നാളെ ലീവാണെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു എന്നാണ് അധ്യാപിക പറയുന്നത്. ഇങ്ങനെ ക്ലർക്ക് പറയുമ്പോൾ അങ്ങനെ ക്ലർക്ക് ഒരു മതിയായ വിശദീകരണം പോലും ചോദിക്കാൻ തയ്യാറാകാത്ത ഇവിടുത്തെ അധികാരികൾക്കെതിരെയാണ് DYFIയുടെ സമരം. അത് ആ ക്ലർക്കിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് DYFI ആവശ്യപ്പെടുന്നത്. ഈ ക്ലർക്കിനെ നിങ്ങൾക്ക് അറിയാമോ? ക്ലർക്ക് ഇപ്പോൾ ഞാനിവിടെ പഠിച്ചിറങ്ങിയിട്ട് വർഷങ്ങളായി, ഒരു 10 വർഷത്തിന് മുകളിലായി ഞങ്ങൾ പഠിച്ചിറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോഴൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ 2 വർഷം എന്തോ ആയുള്ളതെന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഓരോ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ വന്നിട്ട് പറയുന്നത് അവരുടെ മക്കൾ വീട്ടിൽ ചെന്ന് ഈ ക്ലർക്കിനെ കുറിച്ച് മോശമായി പറയാറുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അവിടുത്തെ രക്ഷകർത്താക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ മോശമായി ചീത്ത പറയാറുണ്ട്, സ്റ്റാഫ് റൂമിൽ കയറുമ്പോൾ അനാവശ്യമായി വർത്തമാനം പറയാറുണ്ടെന്ന് രക്ഷകർത്താക്കൾ ഇവിടെ വന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ ഇനി ഇവിടെ വെച്ചുകൊണ്ട് പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്നലെ ഈ കുട്ടി ഒരു റെക്കോർഡിൽ സീൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസിനകത്ത് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അങ്ങനെ സീൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസിനകത്ത് കയറുമ്പോൾ ഇതെന്താടാ വഴിയമ്പലമാണോ, നിനക്ക് വരണവനും പോകണവനും കയറാനെന്നും പറഞ്ഞാണ് വിഷയം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ആവുകയും
ഈ വിദ്യാർത്ഥി അധ്യാപികയോട് ചെന്ന് പറയുകയും ചെയ്യുന്നു, ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അധ്യാപികയോട് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും അധ്യാപിക സ്കൂളിലെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ അറിയിച്ച് അവരെ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇന്ന് വിദ്യാർത്ഥിയുടെ അമ്മയോട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ടും ആ ക്ലർക്കിനോട് എന്താണ് സംഭവം എന്ന് പോലും ചോദിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഗുരുതരമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ RD ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അന്വേഷണം ഒരു കാരണവശാലും നീട്ടിക്കൊണ്ട് പോയില്ല. ഉടനെ തന്നെ എന്ത് റിപ്പോർട്ട് എത്രയും വേഗം കൊടുക്കുമെന്ന് RD പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഞങ്ങളിപ്പോൾ സമരം അവസാനിപ്പിച്ചത്. ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യണം. അത് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ആവശ്യമാണ്. അവർ ഇന്നലെ മുതലേ ഇതിന് മുമ്പ് ഈ ക്ലർക്ക് അവർ പറയണമെന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയെ കമ്പി ഒടികൊണ്ട് അടിക്കാൻ വരെ ഓടിച്ചിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഇവിടെയുള്ള അധ്യാപകർ അവരെ അങ്ങ് സംരക്ഷിച്ചു പോവുകയായിരുന്നു. അത് മാറണം. ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തണം. അത് തന്നെയാണ് DYFIയുടെ ആവശ്യം. അത് ഞങ്ങൾക്ക് ഇവിടുത്തെ RD ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ മാറ്റി ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വിശദമായി ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ വ്യാപകമായി തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ കലാലയങ്ങൾ, സ്കൂളുകളെയൊക്കെ തന്നെ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി മികവുറ്റ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അധ്യാപനവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ മികവിലേക്ക് വരുമ്പോൾ ഇതേപോലുള്ള ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചില ജോലി ചെയ്യുന്ന ആളുകൾ കുട്ടികളോടും വിദ്യാർത്ഥികളും സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ഗുരുതരമായ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ ഇന്ന് കവർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിവരമായി ഈ വിഷയം വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ വിശദമായി പറയാത്തത്. ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതിൽ ആരോപണം ഉയർത്തപ്പെട്ടിരിക്കുന്ന ക്ലർക്കായിരിക്കുന്ന സനൽ, എനിക്കും അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നേരിട്ടുണ്ടായിട്ടുള്ളതാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ചില തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇവിടെയുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടൊക്കെ വിദ്യാർത്ഥികളെ സമീപിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എന്തോ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനും അധികാരികൾക്കും അപ്പുറമായി താനാണ് ഈ സ്കൂളിൻ്റെ എല്ലാം എന്നൊരു ഭാവം നടിക്കുന്ന ഒരാളായി മാറുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ അന്നും നമ്മൾ വിലക്കിയതാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും ആ സമീപനം തുടർന്നു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. SFI നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുതരമായ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തി ഇതിൻ്റെ തീരുമാനം അവസാന ഘട്ടം പോകുന്നത് വരെ SFI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പിൽ ഉണ്ടാവും എന്നാണ് പറയാൻ വേണ്ടിയുള്ളത്. അതെ, ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പരുത്തിപ്പള്ളി സ്കൂളിലെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല പോകുന്നത്. നിരന്തരം വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നേ ഒന്നും പറയാതെ നേരെ ഡയറക്റ്റ് സസ്പെൻഷനിലോട്ട് പോകുന്ന കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ക്യാമ്പസുകൾ പോലും 4-5 ദിവസം സസ്പെൻഷൻ കൊടുക്കുമ്പോൾ ഒരു മാസത്തോളം വിദ്യാർത്ഥികളെ വീട്ടിലിരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലോട്ടാണ് നമ്മുടെ ഈ സ്കൂളിലെ മൊത്തം മാനേജ്മെൻറ്റും PTA മറ്റുമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. 1-2 ഈ പറഞ്ഞ പോലത്തെ ഓരോ സ്റ്റാഫുകളുണ്ട് നിലവിൽ ഇങ്ങനത്തെ കുറേ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട്. ടീച്ചിങ് സ്റ്റാഫുകളായിരുന്നാലും നോൺ ടീച്ചിങ് സ്റ്റാഫായിരുന്നാലും അവർക്ക് വല്ലാത്തൊരു ധാർഷ്ട്യമാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ. എന്തോ ആണ് ഇവിടെ സർക്കാർ സ്കൂളാണ്, എന്ത് നടക്കുന്നുള്ളൊരു രീതിയിലാണ് അവരുടെ പ്രവൃത്തിയൊക്കെ. ഇതിന് മുന്നേയും ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മളിവിടെ വരുമ്പോഴും ആ രീതിയിലാണ് ഇവർ പോകുന്നത്. ഇവർ മുൻകൂട്ടി കണ്ട ഒരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ക്ലാസ്സിൽ ഇലക്ഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ കുട്ടിയെ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്ന രീതിയിലോട്ടൊക്കെ ടീച്ചർമാരും കാര്യങ്ങളിലോട്ട് കടന്ന ഒരുപാട് വേളകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് SFI കൃത്യം നമ്മുടെ ഇത് പറഞ്ഞു പോകും. കൃത്യം ആ പുള്ളിക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ, ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലോട്ട് പോകുമെന്ന് RDO ഉറപ്പ് എന്ന സ്ഥിതിക്ക് നമ്മൾ ആ രീതിയിലോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനാണ് ഇത് തയ്യാറാവുന്നത്. ഉറപ്പായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളിന്ന് ലീവാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഈ വീഴ്ച വന്നത്. എന്തായാലും അവരുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ട്. ഇവരുടെ സ്റ്റാഫുകളും മറ്റൊക്കെ, ഇവരുടെ ചില സ്റ്റാഫുകളൊക്കെ എന്ന് വെച്ചാൽ ഒറ്റക്കെട്ടാണ്. അത് എങ്ങനെ പറയണമെന്ന് കറക്റ്റ് അതറിയത്തില്ല. നമുക്ക് കാര്യം നമ്മളിവിടെ പഠിക്കുന്നവരല്ല, അപ്പോൾ നമുക്ക് ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് അങ്ങനെ കുറ്റക്കാരാക്കാനും പറ്റത്തില്ല. നിലവിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നുള്ള പ്രവർത്തനമാണ് അവരുടെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയം പറഞ്ഞ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പോലെയല്ല ഞങ്ങൾ ആദ്യം വിളിക്കുന്നത്. ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളുടെ അമ്മയും അച്ഛനൊക്കെയാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. നിലവിൽ ഇങ്ങനത്തെ വിഷയമുണ്ട്. പല കുട്ടികളും കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഞങ്ങളെ വിളിച്ചത്. എൻ്റെ കൂട്ടുകാരനാണ് പോയതെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ കണ്ടതാണ് ആ പയ്യൻ തൂങ്ങി നിൽക്കുന്നതൊക്കെ.
നമുക്ക് ആ വലിയ വളരെ വൈകാരികമായിട്ടാണ് അത് ആ വിഷയത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടി സഹപാഠികളോട് സംസാരിച്ചിട്ടുണ്ടോ? അതെ സഹപാഠികളോട് അതെ ഇത് കുട്ടിക്ക് നിലവിൽ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇന്നലെ കുട്ടി ഇവിടെ നിന്ന് പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് ഇത്തിരി വിഷമമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെയാണ് ആ കുട്ടി പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടി ജിമ്മിലൊക്കെ പോയിട്ട് ഇവിടെ വന്നതാണ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ആധികാരികമായിട്ട്. നിലവിൽ ഇത്തിരി മാനസിക ബുദ്ധിമുട്ടോട് കൂടിയാണ് ആ വിദ്യാർത്ഥി ഇന്നലെ പോയെന്നാണ് കൂടെ പഠിക്കുന്ന സഹപാഠികൾ പറഞ്ഞത്. അധികാരികളെ